റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിൽ കുറച്ചടുത്തായി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് കുറച്ച് പരിചയമുള്ള നാട്ടുകാരായ ഖുറൈശികൾ, ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തുള്ള ഒരു കൂട്ടം ജനങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് ഈ മുഹമ്മദ് സുജൂദ് ചെയ്യുമ്പോൾ പിരടിയിലിടാൻ പറ്റുന്നത് ആരാണുള്ളത്? അപ്പോൾ ഏറ്റവും നാശം പിടിച്ച ഒരു വ്യക്തി ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ചെയ്തോളാം ആ പണി എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്നു. അവൻ ചെന്ന് ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്ത സമയത്ത് ഹബീബായ തങ്ങളുടെ മുതുകിലേക്ക് പിരടിയിലേക്ക് കൊണ്ടുവന്നതിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ അങ്ങനെ കിടന്നു, കുറേ നേരം കിടന്നു. ഇത് കണ്ട ഒരു വ്യക്തി ഫാത്തിമ ബീവിയോട് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവ് സുജൂദിൽ കിടന്നപ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് ശത്രുക്കൾ ഉപ്പയുടെ മുകളിൽ ഇട്ടിട്ടുണ്ട്, പിരടിയിലിട്ടിട്ടുണ്ട്. ഫാത്തിമ ബീവി ഓടി വന്നത് നീക്കി. ഈ കൂട്ടം കൂടി നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുന്ന ആ കൂട്ടത്തിലേക്ക് ഫാത്തിമ ബീവി ചെന്നിട്ട് അവരോട് ചീത്ത പറഞ്ഞു, എൻ്റെ പിതാവിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? എന്തിനാണ് നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ കുടൽമാലകൾ നീക്കി ഫാത്തിമ ബീവി ഉടനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. മലകൾ കാക്കുന്ന മലക്ക് അവിടെ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മലകൾ കാക്കുന്ന മലക്കാണ്, അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്. തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ശത്രുപക്ഷത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര പീഡനം അനുഭവിച്ച, പരസ്യമായി അവരെ ആക്രമിച്ചിട്ട് പോലും ഹബീബായ തങ്ങൾ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, ബല്ലർജൂ, ഞാൻ ആഗ്രഹിക്കുകയാണ്, അൻ അഖ്റജല്ലാഹു മിൻ അസ്ലാബിഹിൻ മൻ യുവഹിദുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ ആരാധിക്കുന്ന നല്ല ആരെങ്കിലും അവരുടെ മുതുകിൽ നിന്ന് ഉണ്ടായാലോ, അതുകൊണ്ട് അവരെ പാടെ അങ്ങ് നശിപ്പിച്ച് കളയണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിഷ്കാത്തിൽ ഞാൻ ഇന്നലെ സബുക്കെടുത്തപ്പോൾ കുട്ടികൾ പോയി കൊടുത്തു. അപ്പോൾ ശത്രുപക്ഷത്തിന് പോലും നന്മ വിചാരിക്കുക. നമ്മളൊക്കെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ വീട്ടിലുണ്ടാവും, കുടുംബത്തിലുണ്ടാവും, അയൽക്കാരിലുണ്ടാവും, കൂട്ടുകാരിലുണ്ടാവും നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമുക്ക് നമ്മുടെ ശത്രുവാണെന്ന് തോന്നുന്ന പലരെയും നമ്മുടെ കണ്ണിൽ കണ്ടേക്കാം, കാതിൽ കേട്ടേക്കാം. അപ്പോഴൊക്കെയും അവർക്ക് വേണ്ടി നന്മ പ്രതീക്ഷിക്കുകയും നന്മ കൊണ്ട് പ്രാർത്ഥിക്കുകയും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആ വിശാലമായ മനസ്സ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹൃദയവും ആ ചിന്തയും ആ ശൈലിയും ആ രൂപവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.